Hi dear students, welcome to Innovations. KTU BTech Let 2025 ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LBSൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടിയതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അലോട്ട്മെൻറ്റ്. പിന്നെ ഇവിടെ സ്കോർ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും എന്ത് ചെയ്യുക, സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ പോകുന്ന സമയത്ത് വേണം. ഓക്കെ, ഇവിടെ അലോട്ട്മെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ നോക്കുന്ന സ്റ്റുഡൻറ്റിന് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ സീറ്റ് ടൈപ്പ് SM അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ആയിരിക്കും വരിക. SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. ഇപ്പോൾ ഒരു കോളേജിൽ ഒരു സ്റ്റുഡൻറ്റിനെ അലോട്ട് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റേറ്റ് മെറിറ്റിൽ സീറ്റ് ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ റിസർവേഷൻ അവിടെ ഉണ്ടോ നോക്കും. റിസർവേഷനിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ ഫിൽ ആവും, ഇല്ലെങ്കിൽ അടുത്ത കോളേജിലോട്ട് വരും. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്ടിൽ സ്റ്റേറ്റ് മെറിറ്റിൽ സീറ്റ് ഉണ്ടോ നോക്കിയില്ല, പിന്നെ ആ സ്റ്റുഡൻറ്റിൻ്റെ റിസർവേഷൻ അവിടെ ഉണ്ടോ നോക്കി ഉണ്ട്, അപ്പോൾ അതിൽ സീറ്റിലുണ്ട്, അതിലാണ് അലോട്ട് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ കോളേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ കോളേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത അതേപോലെ തന്നെ ഇവിടെ കാണാം 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ആണെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണെങ്കിലും ഒക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, നിങ്ങളെ റാങ്ക് എത്തുന്ന സമയത്ത് നിങ്ങളെ ഫസ്റ്റ് പ്രിഫറൻസിൽ സീറ്റ് ഉണ്ടോ നോക്കും. അപ്പോൾ നിങ്ങളെ റാങ്ക് 200 ആണെങ്കിൽ 199 ആളെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ റാങ്കിൽ വരുമ്പോൾ നിങ്ങളെ ഫസ്റ്റ് പ്രിഫറൻസിൽ സീറ്റ് ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ സെക്കൻഡ് പ്രിഫറൻസിൽ വരും, ഇല്ലെങ്കിൽ തേർഡിൽ വരും, ഇല്ലെങ്കിൽ ഫോർത്തിൽ വരും, ഇല്ലെങ്കിൽ ഫിഫ്ത്തിൽ വരും. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് നല്ല നല്ല കോളേജുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെയൊന്നും സീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് 10ാമത്തെ ഓപ്ഷനിലോട്ട് വന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, ഇതിലുള്ളത് ഡിലീറ്റ് ചെയ്യാം, പുതിയ കോളേജ് ആഡ് ചെയ്യാം. പുതിയ കോളേജ് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇവിടെ നിങ്ങൾക്ക് കോളേജ് സെലക്ട് ചെയ്യാം, കോളേജ് വൈസോ അല്ലെങ്കിൽ കോഴ്സ് വൈസോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ചില സ്റ്റുഡൻസൊക്കെ മുന്നേ ചെയ്ത സമയത്ത് 1 2 ഓപ്ഷൻ കൊടുത്തിട്ട് അത് ഓട്ടോ സബ്മിറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ ഓപ്ഷൻ കൊടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഒരു ചാൻസ് ആണ്. നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ താഴെയുള്ള ഓപ്ഷൻ മുകളിലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് 4th ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് 4th ഓപ്ഷൻ വേണ്ട എന്ന് പറയുമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ 6th ഓപ്ഷൻ മുകളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരാം. അതായത് ഇവിടെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. അതായത് റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പുതിയ കോളേജ് ആഡ് ചെയ്യാനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 6th ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ ആ 6th ഓപ്ഷൻ്റെ താഴെയുള്ള കോളേജുകളൊക്കെ ഡിലീറ്റ് ആയി പോകും. പിന്നെ ഇതേപോലെ നമുക്ക് കോളേജോ കോഴ്സോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ഒരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൻ്റെ താഴെയുള്ള കോളേജൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മുകളിലുള്ള കോളേജുകൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൻ്റെ മുകളിലുള്ള കോളേജുകൾ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും, പുതിയത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോളേജ് ആഡ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല കോളേജുകൾ ആദ്യം കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികം ചേഞ്ച് ഒന്നും വരുത്തണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് മുകളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ കിട്ടിയ കോളേജ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക, അലോട്ട്മെൻറ്റ് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ട് എനിക്കത് വേണ്ട, അതിൻ്റെ താഴെയുള്ളത് മുകളിലോട്ട് കൊണ്ടുവരണം, പുതിയ കോളേജ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ ഇപ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ കാണുന്നില്ല, പക്ഷേ ഇവിടെ ഓട്ടോ സബ്മിറ്റ് ആവുന്നുണ്ട്. ഞാനിവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്, പുതിയത് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോ സബ്മിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ചില ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം സബ്മിറ്റ് ചെയ്യാൻ മറന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ LBS ഈ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ 24/6/2025 6 PM ക്ലോസ് ആയിരുന്നു. കറക്റ്റ് ഈ ഒരു സമയത്തിന് ക്ലോസ് ആയി. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് 24/6/2025 9 PM കറക്റ്റ് 9 മണിക്ക് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു. ഇനി നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള ടൈമാണ് 25/6/2025 1 PM. അപ്പോൾ 1 PM കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ളവർ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് താഴെയുള്ള നമുക്ക് കിട്ടിയ കോളേജിൻ്റെ താഴെയുള്ള ഓപ്ഷൻസ് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ളവർ റീഅറേഞ്ച് ചെയ്യുക, പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനുള്ളവർ ആഡ് ചെയ്യുക. അപ്പോൾ 25/6/2025 1 മണിക്ക് മുമ്പായിട്ട് തന്നെ 1 PM മുമ്പായിട്ട് തന്നെ ഇത് ചെയ്യാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 25/6/2025 6 PM ആണ്. അപ്പോൾ 25-ാം തീയതി തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ 5ാമത്തെ കോളേജാണ് അല്ലെങ്കിൽ 4ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനാണോ കിട്ടിയത് അതിന് താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിലെ പോലെ നമുക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് കൊടുക്കുക. ഫസ്റ്റ്
ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനാണോ കിട്ടുന്നത് അതിൻ്റെ താഴെയുള്ള കോളേജുകളെല്ലാം ഡിലീറ്റ് ആവും. പിന്നെ നിങ്ങൾ എനിക്ക് ആ കോളേജ് വേണ്ട, 4ാമത്തെ വേണ്ട, 5 മതി, 6 മതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ നല്ല കോളേജുകൾ തന്നെ ആദ്യം കൊടുക്കുക. അപ്പോൾ താഴെയുള്ള കോളേജുകൾ ഡിലീറ്റ് ആവും. നമ്മൾ ഈ കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കണം. ഈ 4ാമത് കിട്ടിയ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനാണോ കിട്ടിയത് അവിടെ നമ്മൾ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ നമ്മൾ പോയി അഡ്മിഷൻ എടുക്കേണ്ട, നമ്മൾ ഓൺലൈനായിട്ട് ഫീ അടച്ചാൽ മതി. ഇവിടെ ഫീ റെമിറ്റൻസ് 27/6/2025 നമ്മൾ എന്ത് ചെയ്യണം, ഫീ അടക്കണം ഓൺലൈനായിട്ട്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ LBSൻ്റെ വെബ്സൈറ്റിൽ വരും. ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ 3150 ആയിരിക്കും വരിക. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഫീസായിരുന്നു. ഇത് നമ്മൾ കോളേജിൽ കൊടുക്കാനുള്ള ഫീസിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. നമ്മൾ LBSൻ്റെ വെബ്സൈറ്റിലൂടെ ടോക്കൺ ഫീസ് ആയിട്ട് കൊടുക്കുകയാണ് നമ്മൾ അഡ്മിഷൻ ഉറപ്പ് വരുത്താൻ. ഇനി പ്രൈവറ്റ് GCSലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് 10K ആണ്. അപ്പോൾ ഈ ഫീസ് നമ്മളെ ആ ഒരു അഡ്മിഷൻ ഉറപ്പ് വരുത്താനും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ LBSൻ്റെ വെബ്സൈറ്റിലൂടെ അടക്കണം. നിങ്ങൾ കോളേജിൽ പോകണ്ട. അപ്പോൾ ഈ ഫീ അടച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു അഡ്മിഷൻ ഉറപ്പാവുള്ളൂ, നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം, ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് ആണ് വന്നത്, ഇപ്പോൾ നിങ്ങൾ ഫീ ഒന്നും അടക്കണ്ട. നിങ്ങൾ ഓപ്ഷൻസൊക്കെ കറക്റ്റ് റീഅറേഞ്ച് ചെയ്യാനുള്ളവർ, ആഡ് ചെയ്യാനുള്ളവരൊക്കെ അത് ചെയ്തതിന് ശേഷം, കറക്റ്റ് ആക്കിയതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫീ അടക്കണം. അപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ ഈ ഒരു ഫീസ് അടക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു, ഇപ്രാവശ്യം ഇതായിരിക്കും, അല്ലെങ്കിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ബാക്കി ഫീസ് നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്താണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി GCS പ്രൈവറ്റ് കോളേജുകളിലുള്ളവരാണെങ്കിൽ 10,000 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും പറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ 4ാമത് കിട്ടിയ കോളേജ് തന്നെ മതിയെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ്, അതായത് എനിക്ക് 1, 2, 3 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോകണമെന്ന് ആഗ്രഹമെങ്കിൽ അത് അതേപോലെ നിലനിർത്താം. ഇനി വേണമെങ്കിൽ ഇതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതായത് നമ്മുടെ ഹയർ ഓപ്ഷൻസ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഫീ അടക്കുകയും വേണം. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും 27/6/2025 നിങ്ങളത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓപ്ഷൻസ് അവിടെ നിലനിർത്താം. ഇതേപോലെ നിലനിർത്താം. വേണമെങ്കിൽ ഓർഡർ മാറ്റാം. വേണമെങ്കിൽ ഈ 3 നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പുതിയത് ആഡ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ 28/6/2025 11 AM സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലോട്ട് കയറാം, ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഹയർ ഓപ്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെയാണ് നിങ്ങൾ പോയി ചേരേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തന്നെ ആവും, ചിലപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷനിൽ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൻ്റെ മതിന്ന് ചിലവർക്കുണ്ടാവും, അവർ മുകളിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവിടെ തന്നെ വരുള്ളൂ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവർ ഫീ അടക്കണ്ട. അവിടെ ഫീ റെമിറ്റൻസ് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഫീ അടക്കേണ്ടത് 30/6/2025 അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവർ ഫീ അടച്ചവർ പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഫീ അടക്കണ്ട. നിങ്ങൾ കോളേജ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾ പിന്നെ പോയി ചേരേണ്ട കോളേജ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് കിട്ടിയ കോളേജാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം കിട്ടിയ കോളേജ് ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടാവില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, എവിടെയാണോ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് അവിടെ പോയി ചേരണം. അപ്പോൾ ചേരാനുള്ള ഡേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 30/6/2025 to 2/7/2025. അപ്പോൾ LBS എല്ലാം കറക്റ്റ് ടൈമിനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുക. പിന്നെ ഇനി ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടാത്തവർക്ക് ഫൈനൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വെബ്സൈറ്റിൽ വരും, അവരെങ്ങനെയാണ് നടത്തുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ.